ഹായ് ഓൾ, ദുബായ് ടു അബുദാബി ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് ലെങ്തി വീഡിയോ ആണ്. എനിക്കങ്ങനെ വ്ളോഗിങ് വലുതായിട്ടൊന്നും അറിയില്ല, സോ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ നൈറ്റ് അറൗണ്ട് ഒരു 7 ആയി. അബുദാബി പോവാനായിട്ട് പെട്ടെന്ന് ഡിസൈഡ് ചെയ്താണ്. ഇബിൻ്റെയൊക്കെ ഒരു മെട്രോ സ്റ്റേഷനിലാണ് ഞങ്ങൾ വെയിറ്റിംഗ്. ടാക്സിയിൽ പോകണോ ബസ്സിന് പോകണോ എന്നുള്ള കൺഫ്യൂഷനാണ്. ടാക്സി എന്ന് പറയുമ്പോഴത്തേക്കും RTA സർവീസ് ചെയ്യുന്ന ടാക്സിയാണ്. അതെന്ന് പറയുമ്പോൾ ഷെയർ ടാക്സി പോലെയാണ്, വേറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ പെർ ഹെഡ് ഇവർ ചാർജ് ചെയ്യുന്ന 50 ദിർഹംസ്, ബസ്സാണെങ്കിൽ 30 ദിർഹംസ്. ബട്ട് ബസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കംഫർട്ടായിട്ട് പെട്ടെന്ന് നമുക്ക് എത്താം. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി, അതുകൊണ്ടാണ് ടാക്സി ചൂസ് ചെയ്തത്. അങ്ങനെ പോയി. അപ്പോൾ വേറെ പാസഞ്ചേഴ്സ് ഉണ്ടാവും, സോ അവരുടെ ഡെസ്റ്റിനേഷന് വരുന്നത് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ഇവർ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എയർപോർട്ടായിരുന്നു അബുദാബി. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ അവരുടെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. ലൈക്ക് ഒരു വർഷമായിട്ടുണ്ടാവും ഞങ്ങളിപ്പോൾ ദുബായിൽ നിന്ന് അബുദാബി വന്നിട്ട്. ആഫ്റ്റർ കറക്റ്റ് ലാസ്റ്റ് ഇയർ ക്രിസ്മസിനാണ് ഞങ്ങൾ വന്നത്. സോ ദിസ് ഇയർ കറക്റ്റ് ആ ഒരു ടൈമായപ്പോൾ നമ്മളെത്തി. ഇവരുടെ ഫ്ലാറ്റ് ഇവർ റീസെൻ്റ്ലി മൂവ് ചെയ്തതാണ്. അടിപൊളി ഫ്ലാറ്റാണ്. ഇവിടുത്തെ വ്യൂ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, ബട്ട് നാളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എത്തിയതിൻ്റെ ക്ഷീണത്തിന് ചെറിയൊരു പരിപാടി. അതിങ്ങനെ നൈറ്റ് ആയപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായി. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു വാക്കിനൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ കരുതി ഓക്കെ ക്യാരി ഫോറിൽ പോവാം. അടുത്തൊരു ക്യാരി ഫോർ ഉണ്ട്. ഇവിടെ ഭയങ്കര സൈലൻ്റാണ്. ദുബായ് വെച്ച് നോക്കുമ്പോൾ അറിയാലോ, അബുദാബി ഭയങ്കര സൈലൻ്റാണ്. എസ്പെഷ്യലി ഇവർ താമസിക്കുന്ന ഏരിയയിൽ ആരുമില്ല. അങ്ങനെ ക്യാരി ഫോറിൽ നോക്കുമ്പോൾ ക്രിസ്മസ് വൈബൊക്കെയാണ്. അതൊക്കെ ഞാൻ കണ്ടങ്ങ് എൻജോയ് ചെയ്തു. കുറേയൊക്കെ സാധനങ്ങൾ കണ്ടു, കുറച്ചൊക്കെ റേറ്റ് ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ ഒരു സാധനമൊക്കെ തപ്പി ഇങ്ങനെ നടക്കുവാണ് ചുമ്മാ ക്യാരി ഫോറിൽ. അവിടെ ആരുമില്ല. ഞങ്ങൾ മിഡ് നൈറ്റ് ഒരു 12 മണിക്കാണ് അവിടെ എത്തുന്നത്. അവിടെ ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ ചുമ്മാ നോക്കി നിൽക്കുമ്പോൾ ഷോപ്പ് ക്ലോസ് ആവാനുള്ള ടൈമായി അവർ ഇൻഫോം ചെയ്തു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു, ബില്ല് ചെയ്ത് നമ്മൾ ഇറങ്ങി. സോ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.